ജ്യോതിഷവും ഹിന്ദു പുരാണങ്ങളും തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വേദചക്ഷുസു എന്നാണ് ജ്യോതിഷം അറിയപ്പെടുന്നത്, അതായത് വേദങ്ങളുടെ കണ്ണ്. നമ്മൾ കാണുന്ന ഓരോ ഗ്രഹത്തിനും പിന്നിൽ പുരാണങ്ങളിലെ ശക്തമായ കഥകളുണ്ട്. ഉദാഹരണത്തിന് ശനിഗ്രഹത്തെ സൂര്യദേവന്റെയും ഛായയുടെയും പുത്രനായാണ് പുരാണങ്ങൾ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സൂര്യനും ശനിയും ജ്യോതിഷത്തിൽ ശത്രുക്കളായി കണക്കാക്കപ്പെടുന്നത്. അതുപോലെ ചന്ദ്രന് പ്രിയപ്പെട്ട 27 ഭാര്യമാരായാണ് 27 നക്ഷത്രങ്ങളെ പുരാണങ്ങളിൽ പറയുന്നത്. ദക്ഷപുത്രിമാരായ ഇവരോടൊപ്പം ചന്ദ്രൻ മാറി മാറി സഞ്ചരിക്കുന്നു എന്ന സങ്കല്പമാണ് ജ്യോതിഷത്തിലെ ഓരോ നക്ഷത്രമാറ്റത്തിനു പിന്നിലുമുള്ളത്. ഓരോ നക്ഷത്രത്തിനും ഓരോ ദേവതകളുണ്ട്. ഉദാഹരണത്തിന് അശ്വതി നക്ഷത്രത്തിന് ദേവവൈദ്യന്മാരായ അശ്വിനി ദേവന്മാരും ഭരണി നക്ഷത്രത്തിന് നീതിയുടെ ദേവനായ യമധർമ്മരാജാവുമാണ് ദേവതകൾ. നമ്മുടെ ജന്മനക്ഷത്രത്തിനനുസരിച്ച് ഈ ദേവതകളെ ആരാധിക്കണമെന്ന് പറയുന്നത് വെറുതെയല്ല, അത് പുരാണങ്ങളും ഗ്രഹനിലയും തമ്മിലുള്ള ഈ ബന്ധം കൊണ്ടാണ്. ജ്യോതിഷം വെറുമൊരു കണക്കുകൂട്ടലല്ല, അത് നമ്മുടെ പുരാണങ്ങളിലെ പ്രപഞ്ച സത്യങ്ങളുടെ ശാസ്ത്രീയമായ വ്യാഖ്യാനം കൂടിയാണ്. ഈ അറിവ് നിങ്ങൾക്ക് പുതിയതാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.